When I put the word international body, some of the body globally known for addressing global warming. Global warming in address ചെയ്യുന്ന ബോഡീസ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ മൂന്നെണ്ണം ആദ്യം പറയും. ഫസ്റ്റ് ഫേസിൽ ഒന്ന് IPCC എന്ന് പറയുന്ന ബോഡി, രണ്ട് UN, നിങ്ങൾ മൂന്ന് കോളമട്ടത്തിന് എഴുതി പോവുക, അപ്പം പഠിക്കാൻ എളുപ്പമായിരിക്കും. മൂന്ന് ജെഫ്. സോ ഞാൻ മൂന്ന് ബോഡി പറയുന്നുണ്ട്. ഒന്ന് IPCC, രണ്ട് UNFCCC, മൂന്ന് ഗ്ലോബൽ ജെഫ് എന്ന് പറയുന്ന ബോഡി. ഇനി അതിൻ്റെ താഴെ എക്സ്പാൻഷൻ ആദ്യം എഴുതി പോവുക. ആദ്യത്തെ ബോഡി ഇന്റർ ഗവൺമെന്റൽ പാനൽ on climate change. Intergovernmental panel on climate change. രണ്ടാമത്തെ ബോഡി UN framework convention on climate change. UN framework, FRAMEWORK, framework convention on climate change. മൂന്ന് global environmental facility. Global environmental facility. മൂന്ന് ബോഡിയുടെയും പേര് ഞാൻ പറഞ്ഞു. രണ്ട് ആദ്യത്തെ കോളത്തിനകത്ത് പിന്നെയും വരിക. ഫസ്റ്റ് കോളം ദ ബോഡി ഈസ് ഫോംഡ് ബൈ, ഇത് ഉണ്ടാക്കിയവരുടെ പേരാ. അതിനകത്ത് എന്ന് പറയുന്നത് WMO, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. രണ്ട് UNEP. അപ്പോൾ ഈ രണ്ട് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഒന്ന് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയാം, ഇന്റർനാഷണൽ ബോഡിയാണ്. രണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ബോഡി യുണൈറ്റഡ് നേഷൻ എൻവിറോൺമെന്റൽ പ്രോഗ്രാം. ഈ രണ്ട് ബോഡിയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയെടുത്തത്? an independent body was made by them, what we commonly called IPCC. Okay, ഇനി UNFCCC, this body was formed by the first Earth Summit 1992. ആദ്യത്തെ എർത്ത് സമ്മിറ്റ് നടന്നപ്പം ഉണ്ടായ ബോഡിയാണ് ഈ പറയുന്ന UNFCCC. the first എർത്ത് സമ്മിറ്റ്, അതിൻ്റെ പേര് പറയുന്നതാണ് റിയോ സമ്മിറ്റ് എന്ന് പറയും. മനസ്സിലായോ? റിയോ സമ്മിറ്റ് എന്ന് പറയും. ബ്രസീലിലാണ് നടന്നത്. റിയോ RIO സമ്മിറ്റ് എന്ന് പറയും. 1992 അവിടെ ഉണ്ടായ ബോഡിയാണ് ഈ പറയുന്ന UNFCCC. ഓക്കെ, ഈ ബോഡി ഉണ്ടായതും UN കൺവെൻഷനിലാണ്. ദിസ് ബോഡി ജെഫ്, UN കൺവെൻഷൻ. ഇപ്പം മൂന്ന് ബോഡിയുടെയും ഒറിജിൻ ഞാൻ പറഞ്ഞു. ആദ്യ ബോഡി ഉണ്ടായത് 1988 1988. രണ്ടാമത്തെ ബോഡി 1992. മൂന്നാമത്തെ ബോഡിയും 1992. അപ്പോൾ ആ ചാർട്ട് നോക്കുക. റിപ്പീറ്റ് ദ വേർഡ് IPCC, Intergovernmental Panel on Climate Change. It is formed by the bodies, namely World Meteorological Organization and United Nations Environmental Program, to address climate change. Independent body ആണ്. ഓക്കെ, ഈ ബോഡി ഉണ്ടായത് 1988. ഓക്കെ, രണ്ട് UNFCCC ആണ്. ഈ ബോഡി വരുന്നത് റിയോ എർത്ത് സമ്മിറ്റിലാണ് ഈ ബോഡി ഉണ്ടായി വരുന്നത്. 1992 ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ബൈ ദ ബോഡി കോൾഡ്, ബൈ ദ ഓർഗനൈസേഷൻ കോൾഡ് UNFCCC. അതും ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. മൂന്ന് ജെഫ്, UN കൺവെൻഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായൊരു ബോഡിയായിരുന്നു ഈ പറഞ്ഞ ജെഫ്. 1992. ഓക്കെ, ഇനി ഇവിടെ റോൾ എന്താണെന്നും കൂടെ പറയണം. അപ്പോൾ അടുത്ത പോയിന്റ് ഫസ്റ്റ് കോളത്തിനകത്ത് അബ്ജക്റ്റീവ് എന്താണ്? IPCCയുടെ അബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, സോ ദേ ആർ സോളി റെസ്പോൺസിബിൾ ഫോർ
preparation of a report annually regarding the climate change. അപ്പോൾ ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കലാണ് അവരുടെ ജോലി. ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കലാണ് അവരുടെ ജോലി, കണക്ടിങ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ആനുവൽ റിപ്പോർട്ട് റിഗാർഡിങ് ക്ലൈമറ്റ് ചേഞ്ച്. ആനുവൽ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വരും? എമിഷൻ റേറ്റ് വരും, മിറ്റിഗേഷൻസ് വരാം, അഡാപ്റ്റേഷൻസും വരാം. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആദ്യത്തെ തലയത്ത് കയറ്റുക. ഒന്ന്, ദേ ആർ മേക്കിംഗ് എൻ ആനുവൽ റിപ്പോർട്ട് റിഗാർഡിങ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ആനുവൽ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കമ്പൗണ്ട്സ് വരാം? ക്ലൈമറ്റ് ചേഞ്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് എന്തൊക്കെ കാരണങ്ങളാണ്? വൈ ദർ ഇസ് എ ക്ലൈമറ്റ് ചേഞ്ച്, വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ആൻഡ് ഹൗ ദ കൺട്രി റെസ്ക്യൂഡ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് മൂന്ന് അതിനകത്ത് വരും. ആണ് ഞാൻ വാക്കുകൾ പറഞ്ഞത്. ഒന്ന്, എമിഷൻ റേറ്റ്. രണ്ട്, മിറ്റിഗേഷൻ. മൂന്ന്, അഡാപ്റ്റേഷൻ. ടെക്നിക്കലി വെൻ ഐ സ്പീക്ക്, മൂന്ന് അതിനകത്ത് വന്നിരിക്കും. അപ്പോൾ എമിഷൻ റേറ്റ് പറയും, കൺട്രി വൈസ് ഓരോ കൺട്രിയുടെയും എമിഷൻ റേറ്റ് പറയും. രണ്ട്, വാട്ട് ആർ ദ വൾണറബിലിറ്റി ദ കൺട്രി ഹാസ്. മൂന്ന്, ഹൗ ദ കൺട്രി അഡാപ്റ്റഡ് ടു എസ്കേപ്പ് ഫ്രം ദ ക്ലൈമറ്റ് ചേഞ്ച്. ഓൾ ദിസ് വിൽ ബി ദെയർ. ഇനി അടുത്തൊരു പോയിന്റ് പറയുക. ഈ ഗ്രൂപ്പിലാണ് ഒരിക്കൽ നോബൽ പ്രൈസ് കിട്ടിയത്. ഈ റിപ്പോർട്ടിനാണ്. അൽ ഗോർ എന്ന് പറയുന്ന ആൾ, ALGORE, ഹി ഗോട്ട് ദ നോബൽ പ്രൈസ്. അൽ ഗോർ അമേരിക്കൻ എൻവയറമെന്റൽ ബയോളജിസ്റ്റ് ആണ്. അൽ ഗോർ പ്ലസ് അയാൾ ഇൻഡിപെൻഡന്റ് ആണ്. അൽ ഗോർ എന്ന് പറയുന്ന ആള് ഇൻഡിപെൻഡന്റ് എൻവയറമെന്റലിസ്റ്റ് ആണ്. ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ട്, രാജേന്ദ്ര. സോ യു കൻ പുട്ട് ദ കറക്റ്റ് നെയിം, രാജേന്ദ്ര പച്ചോറി. PACHAURI, പച്ചോറി എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയത്, എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. രാജേന്ദ്ര പച്ചോറി എന്ന് പറയുന്ന ഇന്ത്യൻ ആണ്. ബട്ട് ഹി വാസ് വൺ ഓഫ് ദ മെമ്പർ ഓഫ് ദ ബോഡി കോൾഡ് IPCC മെമ്പറാണ്. ഇന്ത്യൻ ആണ്, ബട്ട് സെറ്റിൽഡ് ഇൻ അമേരിക്ക. ആ രണ്ടുപേർക്കുമാണ് ആ വർഷത്തെ നോബൽ പ്രൈസ് കൊടുത്തത്. ആകെ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഈ വർക്കിനകത്ത് that went to the IPCC. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് ശ്രദ്ധിക്കുക, UNFCCC. ഇതിനകത്ത് ഇനി ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഓൺലി ദ UN കൺട്രീസ്. ബാക്കി ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വോട്ടിംഗ് പവർ ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IPCCക്കകത്ത് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് only for the UN countries, but anybody can participate without any voting power. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർലേ? അപ്പോൾ എല്ലാ കൊല്ലവും ആനുവലി അവരെന്ത് ചെയ്യും? റിപ്പോർട്ട് ഉണ്ടാക്കും, അങ്ങ് മുന്നോട്ട് പോകും. ഇനി UNFCCC, ഇവിടെ എനി കൺട്രി ക്യാൻ ഹാവ് ദ മെമ്പർഷിപ്പ്. എല്ലാ കൺട്രീസിനും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. So all the countries are members of UNFCCC with voting power. ഇനി അവരുടെ മീറ്റിംഗ് നടക്കുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും, COP എന്ന് പറയും. 2019 ഡിസംബറിൽ സ്പെയിനിലാണ് ഈ മീറ്റിംഗ് നടന്നത്, കഴിഞ്ഞ വർഷം. ഓക്കെ, എല്ലാ കൊല്ലവും എല്ലാ കൺട്രീസും എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്ലേസിൽ എന്ത് ചെയ്യും? അസംബിൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഴയ ഫെമിലിയർ വാക്ക് എന്ന് പറയുമ്പോൾ പാരീസ് സമ്മിറ്റ് കേട്ട് കാണും, കേട്ടിട്ടുണ്ടോ? 2015 ഇപ്പോഴും അമേരിക്ക ഇഷ്യൂ ആയിട്ട് കിടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. 2018 നടന്നത് പോളണ്ടിലായിരുന്നു, പോളണ്ട് സമ്മിറ്റ് എന്ന് പറയും. 2019 നടന്നത് സ്പെയിനിലാണ്, സ്പെയിൻ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കൊല്ലം എന്ത് ചെയ്യും? ഒരിടത്തവർ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും. ആൻഡ് ദ അൾട്ടിമേറ്റ് പവർ ഫോർ ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ COP ആണ് അവിടെ നിശ്ചയിക്കുന്നത്. IPCCക്ക് അങ്ങനെ ഒന്നുമില്ല, അവർ നിശ്ചയിക്കും. UN ബോഡീസാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നിശ്ചയിക്കുന്ന ആരായിരിക്കും? ഈ പറയുന്ന എല്ലാ കൺട്രീസും അടങ്ങുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് അതും കഴിക്കും 1985 ഫസ്റ്റ് മീറ്റിംഗ്. ദ ഫസ്റ്റ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ബെർലിൻ, ജർമ്മനിയിലാണ്. ആദ്യ മീറ്റിംഗ് നടന്നത് ജർമ്മനിയിലായിരുന്നു, ബെർലിൻ, BERLIN, ബെർലിൻ ആയിരുന്നു. ഓക്കെ, ഇനി 85 തൊട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടിൽ ദിസ് ലാസ്റ്റ് ഡേ. ഓക്കെ, 1992 ഫോം ചെയ്തത്.
ഇത് ഉണ്ടായത് 1992-ലാണ്. ഈ കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ആദ്യ മീറ്റിംഗ് വരുന്നത് 85 തൊട്ട് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഉണ്ടായിട്ടില്ല, മനസ്സിലായി. വിത്തൗട്ട് ദിസ് ബോഡി ദേ സ്റ്റാർട്ട് ദ മീറ്റിംഗ്, കോൺഫറൻസ് ഓഫ് പാർട്ടി. 85-ലാണ് ആദ്യ മീറ്റിംഗ് കൂടിയത്, ബെർലിനായിരുന്നു. 1995 ആദ്യ മീറ്റിംഗ് നടന്നത് 1995 ബെർലിനിലായിരുന്നു നടന്നത്. ഇനി ഞാൻ എല്ലാം പറയുന്നില്ല, 95 തൊട്ട് ഏതാണ്ട് 2019 ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. എല്ലാ മീറ്റിങ്ങിലോട്ടും ഞാൻ കയറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എക്സാമ്പിൾ പറയും. 2012 മീറ്റിംഗ് കൂടിയത് ഇന്ത്യയിലായിരുന്നു, ന്യൂഡൽഹിയിലായിരുന്നു ഉള്ളത്. അപ്പോൾ അതൊന്നും ചോദിക്കാം. ദ കോൺഫറൻസ് ഓഫ് പാർട്ടി ഹെൽഡ് ഇൻ ഇന്ത്യ ഒരെണ്ണമേ നടന്നിട്ടുള്ളൂ, ന്യൂഡൽഹിയിലായിരുന്നു 2012. ഇനി 2015 നടന്ന മീറ്റിംഗ് പാരീസിലായിരുന്നു, ഏറ്റവും കോളിളക്കം ഉണ്ടാക്കിയ മീറ്റിംഗ് ആയിരുന്നു. അമേരിക്ക വിഡ്രോ ചെയ്തത് ആ മീറ്റിങ്ങിലായിരുന്നു. ഓക്കെ, 2015. 2018 പോളണ്ടിലായിരുന്നു മീറ്റിംഗ്. 2019 മീറ്റിംഗ് നടന്നത് ചില്ലിയിലായിരുന്നു അറേഞ്ച് ചെയ്തത്. ബട്ട് ഡ്യൂ ടു അൺഫേവറബിൾ റീസൺ ഇറ്റ് വാസ് പോസ്റ്റ്പോൺഡ് ടു സ്പെയിൻ, മാഡ്രിഡിലാണ് നടന്നത്. സ്പെയിൻ, മാഡ്രിഡ്, SPAIN, മാഡ്രിഡ് 2019. അപ്പോൾ അതും ചോദിക്കാം. ഐ റിപ്പീറ്റ് ദാറ്റ്. 1995 ബെർലിൻ, 2012 ന്യൂഡൽഹി, 2015 പാരീസ്, 2018 പോളണ്ട്, 2019 സ്പെയിൻ. അവിടെ പ്ലേസും കൂടെ ഓർക്കുക, മാഡ്രിഡ്, MADRID. ഓക്കെ, അപ്പോൾ എവറി ഇയർ ദേ ഹാവ് ഗോട്ട് എ മീറ്റിംഗ് ആൻഡ് ദേ വിൽ ഡിസ്കസ് ദ റിപ്പോർട്ട് ഗിവൺ ബൈ IPCC. വളരെ യുണീക്കാണ്. ഇവർക്ക് സ്വന്തമായിട്ട് റിപ്പോർട്ടൊന്നുമില്ല. IPCC എല്ലാ കൊല്ലം ഉണ്ടാക്കുന്ന റിപ്പോർട്ട് ഡിസ്കഷൻ എടുക്കുന്നത് ഈ പറയുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടി. അത് എഴുതി വെച്ചോളും. സോ ദേ വിൽ മേക്ക് ദ ഡിസ്കഷൻ ഓഫ് ദ റിപ്പോർട്ട് ഗിവൺ ബൈ IPCC. IPCC കൊടുത്ത റിപ്പോർട്ടായിരിക്കും അവരെന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത് അവിടെ അത്രയും മതി. ഇനി ജെഫ് നോക്കുക, ഗ്ലോബൽ എൻവിറോൺമെന്റൽ ഫെസിലിറ്റി. ഇറ്റ്സ് എ ഗ്ലോബൽ ഫണ്ടിങ് ഏജൻസി. provide funding to developing nations. Provide funding to developing nations to address global warming, climate change, biodiversity conservation, forest management, water crisis, pollution. വളരെ യുണീക്കാണ്. അപ്പോൾ ദിസ് ഇസ് എ ബോഡി പ്രൊവൈഡിങ് ഫണ്ടിങ് ടു ഡെവലപ്പിംഗ് നേഷൻസ്. ആർക്കില്ല? ഡെവലപ്ഡ് കൺട്രി കൊടുക്കത്തില്ല, ഡെവലപ്പിംഗ് നേഷൻസിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്തിനായിരിക്കും കൊടുക്കുന്നത്? ടു അഡ്രസ് ബേസിക്കലി എൻവയോൺമെൻറ്റോട് വരുന്ന എല്ലാ ഇഷ്യൂവിനും പൈസ കൊടുക്കും. ഓക്കെ, നമ്മളെ മെർക്കുറി ട്രാജഡിക്ക് വരെ ഇവരാണ് ഫണ്ട് ചെയ്തത്, മിനാമിറ്റ ഇഷ്യൂവിനകത്ത്. അപ്പം ഇവർ എല്ലാ എൻവയോൺമെൻറ്റൽ ഇഷ്യൂവിനും എന്ത് ചെയ്യും? പൈസ കൊടുക്കും. ആർക്കേ കൊടുക്കത്തുള്ളൂ? ഡെവലപ്പിംഗ് നേഷൻസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ക്ലൈമറ്റ് ചേഞ്ചിന് കൊടുക്കും, ഗ്ലോബൽ വാർമിങ്ങിന് കൊടുക്കും, വാട്ടർ ക്രൈസിന് കൊടുക്കും, എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് കൊടുക്കും, ഫോറസ്റ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കും, ബയോഡൈവേഴ്സിറ്റി കൊടുക്കും, കൺസർവേഷന് കൊടുക്കും. അപ്പോൾ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ഇഷ്യൂവിനും ദേ ലിബറലി പ്രൊവൈഡിങ് ഫണ്ടിങ്. വി കോമൺലി കോൾ ദ ബോഡി ബൈ ദ ടേം ചെഫ്. Okay, but these are the three body internationally known for the event called global warming and climate change. Okay, അടുത്ത ഹെഡിങ് കൊടുക്കുക, കയോട്ടോ കോൺഫറൻസ്, KYOTO, കയോട്ടോ കോൺഫറൻസ്, 1997. കയോട്ടോ
കയോട്ട കോൺഫറൻസ്, 1997. നോക്കാം, ഞാനിവിടെ ഞാൻ പറഞ്ഞ ഇത് പിന്നെയും കയറുന്നത് 95 ഇത് ബെർലിനിലാണ് കൂടിയത്, ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടി. 96 ഞാൻ വിട്ടു, ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. 97 കോൺഫറൻസ് ഓഫ് പാർട്ടി നടന്നത് കയോട്ട എന്ന് പറയുന്ന പ്ലേസിലാണ്. വളരെ യുണീക്ക് കോൺഫറൻസ് ആയിരുന്നു. വാട്ട് വി കോമൺലി കോൾഡ് കയോട്ട കോൺഫറൻസ്. അപ്പം എഴുതുക, ആദ്യ പോയിന്റ്, തേർഡ് COP ഹെൽഡ് അറ്റ് കയോട്ട. തേർഡ് COP ഹെൽഡ് അറ്റ് കയോട്ട. മൂന്നാമത്തെ COP ആയിരുന്നു കയോട്ടയിലാണ് നടന്നത്. ഓക്കെ, all the nations have participated. എല്ലാ നേഷൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, 3, this is the only conference of party legally binding എന്ന് പറയുമ്പം 95 തൊട്ട് 2019 വരെ കൂടിയിട്ടുണ്ട് മീറ്റിംഗ്. ഓരോ കൊല്ലം ഒരു കൂടിയാണ്. 95, 96, 97, 98 ആൻഡ് 2019. ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടിയും എന്താവുന്നില്ല, ലീഗൽ ബൈൻഡിങ് അല്ല. മനസ്സിലായോ? വന്നിരിക്കാം, മീറ്റിംഗ് കൂടാം, ചായ കുടിക്കാം, പിരിയാം, ഒരു ഡിസിഷനും ബൈൻഡിങ് അല്ല. കയോട്ടോ കോൺഫറൻസ് 1997 കൂടിയപ്പോൾ എന്ത് ചെയ്തു? ലീഗലി ബൈൻഡിങ് ആക്കി. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന ഡിസിഷനൊക്കെ എന്ത് ചെയ്യണം? എല്ലാ കൺട്രിയും സ്ട്രിക്ട്ലി എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. നമ്മളെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് ലീഗൽ ബൈൻഡിങ് പ്രോട്ടോക്കോളാണ്. കിഗാലി കോൺഫറൻസ് കുറച്ചു മുമ്പ് പറഞ്ഞത് ലീഗലി ബൈൻഡിങ് പ്രോട്ടോക്കോളാണ്, ബ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താണ് കയോട്ടോ കോൺഫറൻസ് എന്നിട്ട് മാറി ലീഗൽ ബൈൻഡിങ് പ്രോട്ടോക്കോളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആദ്യം മൂന്ന് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ദ തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടി ഓഫ് UNFCCC. 2, all the nations participated in the program, അമേരിക്ക അടക്കം. 3, the only conference of party that was legally binding. നല്ല ചോദ്യമാണ്. ഇതുവരെ കൂടി ഒരു മീറ്റിംഗ് ലീഗലി ബൈൻഡിങ് അല്ല. ആ ലീഗലി ബൈൻഡിങ് ആവുന്നത് ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കയോട്ട കോൺഫറൻസ്. ഓക്കെ, ഞാൻ അടുത്ത സൈഡ് കെട്ടി കൊടുക്കുക. ഔട്ട്പുട്ട്സ്, ആ കോൺഫറൻസിൻ്റെ ഔട്ട്പുട്ട്.